എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ആദ്യം തന്നെ ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് ഉഷ ഹസീന, അൻസിബ, മാലാപാർവതി, മായ വിശ്വനാഥ്. ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് അമ്മയിലെ അംഗങ്ങൾ എന്ന നിലയ്ക്കും കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പലപ്പോഴായി ആ കമ്മിറ്റിയുടെ ഞങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് വ്യക്തിഹത്യ നടത്തുകയും ഞങ്ങളെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത, അങ്ങനെ അത്തരം അപമാനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്ന 4 പേരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്മ അസോസിയേഷനിൽ സ്ത്രീകൾ മുൻനിരയിലേക്ക് വരണമെന്നും ഒരു സ്ത്രീകൾക്ക് ഭരിക്കുന്ന സ്ത്രീകൾ ഭാരവാഹികളായിട്ടുള്ള ഒരു നേതൃനിര വരണമെന്നും ഏറ്റവും കൂടുതൽ അമ്മ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ അൻസിബയും നമ്മുടെ സരയും വോട്ട് ഇലക്ഷൻ നിന്നവർ ജയിച്ചെങ്കിലും അവർ വോട്ട് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സ്ത്രീകളുടെ നമുക്ക് സംവരണം സീറ്റുകളായിരുന്നു. അതിനേക്കാൾ കൂടുതൽ വോട്ട് നമ്മുടെ മറ്റൊരു അംഗത്തിന് കിട്ടിയതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കമ്മിറ്റി തീരുമാനിക്കാമെന്ന് പറഞ്ഞ നിമിഷത്തിൽ ഞങ്ങൾ ജനറൽ ബോഡിയിൽ സ്ത്രീകൾ ശബ്ദമുയർത്തുകയും അത് സാധിക്കില്ല, ഞങ്ങൾ തെരഞ്ഞെടുത്ത വനിതാ അംഗങ്ങളാണ്, ഇവരെ തന്നെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ ഈ ജനറൽ ബോഡിയിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ ഉൾപ്പെടുത്തണമെന്ന് ശക്തമായി വാദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയും സരിയും ആ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണുണ്ടായത്. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സാഹചര്യം. ലാലേട്ടൻ രാജിവെക്കുന്നു, പിന്നാലെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കുന്നു. ആ സമയത്ത് ആ കമ്മിറ്റിയിലും അതിനെ തുടർന്നുണ്ടായ അഡോ കമ്മിറ്റിയിലും അൻസിബയും ഉണ്ടായിരുന്നതാണ്. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ചയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക സാഹചര്യം തന്നെയായിരുന്നു. അവസാന നിമിഷത്തിലാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്നൊരു തീരുമാനം ഉണ്ടാകുന്നതും ഈ സ്ത്രീകൾ പല കുറുക്ക് വഴികളിലൂടെയും ജയിക്കാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികളും ചെയ്യുമല്ലോ, അതിൽ അവർ വിജയിക്കുകയും അവർ ഭാരവാഹികളാകുകയും ചെയ്തു. അതിൽ പലർക്കും പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭാരവാഹികളെ ഞങ്ങൾ അംഗങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അവർ അമ്മയിലെ അംഗങ്ങളായ ഈ 500 ആൾക്കാർക്കും ഒരു രീതിയിലുള്ള അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടില്ല. അവർ ചെയ്തത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും മറ്റു ചില അജണ്ടകൾ നടപ്പാക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നെ അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും 2 ചേരിയിലായിട്ട് നിന്ന് 2 പേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ 2 പേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. പിന്നീട് മീഡിയയിലൂടെ വന്ന വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും അതിനകത്തിരിക്കുന്ന ഭാരവാഹികളെയൊക്കെ വിളിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്, വാർത്തകളൊക്കെ വരുന്നു. ഈ കാലത്തിന്റെ ഇടയ്ക്ക് അമ്മ സംഘടനയിൽ നടക്കാത്ത കാര്യങ്ങൾ, ഒരിക്കലും ഒരു സംഘടനയുടെ ഓഫീസിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ ഓഫീസിൽ
നിന്ന് പുറത്തേക്ക് വന്ന വാർത്തകൾ. അപ്പോ ഒരു സ്ത്രീയെയാണ് ആദ്യം തന്നെ, മാനേജറായ സ്ത്രീയെയാണ് അവർ പുറത്താക്കുന്നത്. അതിനുശേഷം അൻസിബ പല പ്രാവശ്യവും ഒരുപാട് പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ആ കുട്ടി തുടക്കം മുതൽ ആ കുട്ടിയെ അവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അപമാനങ്ങൾ ആ കുട്ടിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് ഭാരവാഹികൾ. അപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അവര് ഒരു സ്ത്രീ ആ കുട്ടി അവിടെ പരാതി കൊടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ അവരെ പരിഹസിക്കുകയും അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അവരെ അപമാനിക്കാൻ പറ്റുമെന്നാണ് അവര് ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും ശരിയായ പ്രവണതയല്ല. അതുപോലെ തന്നെ ഈ അൻസിബ ഇവര് വിമൻ കാർഡ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും പറയുന്നത് വിമൻ കാർഡ് എന്നാ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അൻസിബയെ കുറിച്ച് നമ്മുടെ അനൂപ് ചന്ദ്രൻ വളരെ മോശമായ തരത്തിൽ ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോയെ കുറിച്ച് ശ്വേതാ മേനോനോട് നമ്മൾ പറഞ്ഞപ്പോ നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി ആർട്ടിസ്റ്റ് ആണ് പറയുന്നത്, വളരെ മോശമായി പോയി, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശം, കുട്ടി വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് പ്രതികരിക്കണം അതിനെന്ന് പറഞ്ഞപ്പോ അന്ന് അവര് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി, അങ്ങനെ തന്നെ വേണം, അത് നന്നായി പോയി എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അൻസിബയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അൻസിബ അത് വിശദീകരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവര് കഴിഞ്ഞ ദിവസം ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ് അദ്ദേഹം, വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവര് പറയുന്നു, ആ ഓഡിയോയിൽ തന്നെ പറയുന്നു എല്ലാ വീഡിയോ ക്ലിപ്പും ഉണ്ട്, എല്ലാ ഓഡിയോ ക്ലിപ്പും ഉണ്ട്. അപ്പൊ സംസാരിച്ചവരുടെയൊക്കെ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. പല സാഹചര്യത്തിൽ പലർക്കും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അവരോട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എന്താ പറയുക ഭീഷണി പോലെ അത് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന രീതിയും ശരിയല്ല. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവര് ആ വോയിസ് ക്ലിപ്പില് ഇന്നലെ പറഞ്ഞ ലാലേട്ടൻ രാജിവെച്ച സാഹചര്യം, അഡോക് കമ്മിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ലാലേട്ടൻ രാജിവെച്ച സാഹചര്യത്തെ കുറിച്ചും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അൻസിബ തന്നെ പറയട്ടെ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ അമ്മയിലൊരു അംഗം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലുമാണ് ഒന്ന് സംസാരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയില് ഒരുപാട് ആഗ്രഹത്തോടെ തന്നെ വന്ന ഒരാളാണ് ഞാൻ അല്ലാതെ കമ്മിറ്റികളിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. അവിടെ ക്യൂരിയോസിറ്റി കാരണം, ഇഷ്ടം കാരണം തന്നെ കമ്മിറ്റിയിൽ വന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ ഉഷേത്ത പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കമ്മിറ്റിക്ക് മുന്നേ ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ അഡോക് കമ്മിറ്റിയായി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അവസ്ഥ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ ആ കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത്, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനെ തുടർന്ന് വളരെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വരികയും അദ്ദേഹം രാജിവെച്ച് പോവുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ ഗുരുതരമായതോടെയാണ് പ്രസിഡന്റ് ആയിട്ടുള്ള ലാലേട്ടൻ ആ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തത്. അങ്ങനെ ആ കമ്മിറ്റി പിരിച്ചുവിട്ട സമയത്ത് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വലുതായിരുന്നു. ആ ഒരു ചോദ്യത്തിന്റെ പുറത്താണ് ആ കമ്മിറ്റി തന്നെ വീണ്ടും അഡോക് കമ്മിറ്റി ആയത്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കമ്മിറ്റി അന്ന് രാജിവെക്കുന്ന സമയത്ത് ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അത്രയും മാസങ്ങള് അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങണം. അത് നീങ്ങണമെന്നുണ്ടെങ്കിൽ അത് നോക്കി നടത്താൻ ഒരു കമ്മിറ്റി അത്യാവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന അതേ കമ്മിറ്റി
വീണ്ടും അഡോ കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അഡോ കമ്മിറ്റി എന്നുള്ള പേരൊക്കെ കേൾക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ കമ്മിറ്റിയാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു സഞ്ജീവനി എങ്ങനെ അഡോ കമ്മിറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. സഞ്ജീവനി നമ്മുടെ ആ കമ്മിറ്റി രാജിവെച്ച് അഡോ കമ്മിറ്റി ആവുന്നതിന് മുന്നേ തീരുമാനമെടുത്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതായത് ഞാൻ തന്നെ മുന്നേ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് സഞ്ജീവിനിയിലുള്ള അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ആളുകൾക്കെല്ലാം മരുന്നുകൾ എത്തുന്നത്. അപ്പോ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും സഞ്ജീവിനി തുടങ്ങാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സിദ്ദിഖിക്ക അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിക്കുന്നതും മറ്റു 3 കൊട്ടേഷൻ എടുക്കുന്നതും. അങ്ങനെ വിളിച്ച മൊത്തം കൊട്ടേഷനുകളിൽ നിന്നും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു കൊട്ടേഷൻ നമ്മൾ ഏറ്റെടുക്കുകയും അങ്ങനെ സഞ്ജീവിനി പദ്ധതിയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനിയെ ഉൾപ്പെടുത്തുകയും മരുന്നുകൾ കൃത്യമായി അയച്ചു കൊടുക്കുകയും ചെയ്തത്. പക്ഷെ നമ്മുടെ സഞ്ജീവിനി പ്രൊജക്ട് ഓൺ ആയതിനു ശേഷമായിരുന്നു ജനറൽ സെക്രട്ടറി അവിടുന്ന് സ്ഥാനം ഒഴിയുന്നതും ഈ കമ്മിറ്റി അഡോ കമ്മിറ്റിയായി മാറുന്നത്. അപ്പൊ ആ അഡോ കമ്മിറ്റി തീരുമാനിച്ചത് ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ച സഞ്ജീവിനി പ്രൊജക്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം 5000 രൂപ കൊണ്ട് മരുന്ന് ഉൾപ്പെടെ ജീവിത ചെലവ് മൊത്തം താങ്ങി നിർത്തുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അമ്മയില്. അപ്പൊ നമുക്ക് അത്ഭുതമായിരുന്നു 5000 രൂപയ്ക്ക് മരുന്നും വാങ്ങി ഒരു മാസം അവർ ചെലവും കഴിയാന്ന് പറയുമ്പോൾ. അപ്പൊ അവർക്ക് നമ്മൾ ഈ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5000 രൂപ അവർക്ക് അവരുടെ ജീവിത നിത്യ ചെലവുകൾക്ക് ഉപയോഗിക്കാലോ എന്നുള്ള ചിന്തയിൽ തുടങ്ങിയതാണ് സഞ്ജീവനി. അപ്പൊ അഡോ കമ്മിറ്റി ഏറ്റെടുത്ത് സഞ്ജീവനി പ്രൊജക്ട് തുടങ്ങി എല്ലാവർക്കും കഴിഞ്ഞ ജനുവരി 26-നായിരുന്നു സഞ്ജീവനി ലോഞ്ച് ചെയ്തത്. സഞ്ജീവനി ലോഞ്ച് ചെയ്ത സമയത്ത് അന്ന് അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി സാർ ഉണ്ടായിരുന്നു, അമ്മയിലെ മറ്റു പല അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്ഫടികം ജോർജ് സാറിന്, നമ്മുടെ ബീന കുമ്പടിങ്ങി ചേച്ചി, അങ്ങനെ കുറെ പേർക്ക് മരുന്നുകൾ കൊടുത്തിട്ടായിരുന്നു നമ്മളതിന് തുടക്കം കുറിച്ചത്. അതൊരു നല്ല കാര്യമാണ് ചെയ്തത്. അത് അഡോ കമ്മിറ്റി ആവുന്നതിന് മുന്നേ ആ കമ്മിറ്റി എടുത്ത തീരുമാനമായിരുന്നു അത്. അതാണ് നടപ്പിലാക്കിയത്. അതിനെങ്ങനെയാണ് ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലൊരു കാര്യം ചെയ്തതിനെയാണോ ഇത്രയും കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ കമ്മിറ്റി ഇപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം കേട്ടു, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് തന്നെ അഡോ കമ്മിറ്റി ആയിട്ട് മാറാൻ അവസരം കിട്ടി. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അഡോ കമ്മിറ്റി ആവാൻ പറ്റിയില്ല? എനിക്ക് മനസ്സിലായിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന ഒരു കമ്മിറ്റി അഡോ കമ്മിറ്റി ആയി മാറിയതിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നിരിക്കെ ഒരു കമ്മിറ്റി അവിടെ അനിവാര്യമാണ്. കാരണം ഒരു ജനറൽ ബോഡി കൂടിയാലേ മറ്റൊരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജനറൽ ബോഡി നടത്താൻ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തികം വേണം. അപ്പൊ അത്ര എക്സ്പെൻസ് നമുക്ക് ആ സമയത്ത് മുടക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഇതേ കമ്മിറ്റി തന്നെ അഡോ കമ്മിറ്റി ആവേണ്ട ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ ആ കമ്മിറ്റിക്കെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിൽ ഒരു അലിഗേഷനും ഇല്ലായിരുന്നു. ഒരു സാമ്പത്തിക ക്രമക്കേടോ മറ്റ് അലിഗേഷൻസോ ഒന്നും ഇല്ലായിരുന്നു. അമ്മ സംഘടനയ്ക്ക് പുറത്തുള്ള അലിഗേഷന്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തു പോവേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയ്ക്കകത്തുണ്ടായിരുന്ന ആ കമ്മിറ്റിക്കെതിരെ വേറെ അലിഗേഷൻസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു അതേ കമ്മിറ്റി അഡോ കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡോ കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡോ കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. അതാണെന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ആ കമ്മിറ്റിയെ തന്നെ വീണ്ടും അഡോ കമ്മിറ്റി ആക്കാതിരുന്നത്. ഇനി ഇതിലുള്ള വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്ന ഈ രാജിവെച്ച കമ്മിറ്റിയെ അഡോ കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിലും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ് എന്നിവരെ അഡോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ അരവിന്ദ് ചേച്ചി റിസൈൻ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞു. പക്ഷെ റോണി ഡേവിഡ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും ഈ അഡോ കമ്മിറ്റിയിലേക്ക് വിളിച്ചതിന് ഒരു കാര്യമുണ്ട്. കാരണം അവരാണ് സഞ്ജീവിനി പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോവരുത്. കാരണം ഇത്രയും പേരുടെ പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലാണുള്ളത്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം വന്നത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ്
ഈ സാമ്പത്തിക ആരോപണം നേരിടുന്ന സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ താഴെ പോയ ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഡോക്ടർ റോണിയെയും ആശ അരവിന്ദ് ചേച്ചിയെയും പുതിയ അഡോ കമ്മിറ്റിയിലേക്ക് നിയമിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ജനറൽ ബോഡിയിൽ അവരെ ഒരുപാട് മോശമായിട്ട് പല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മായ വിശ്വനാഥ്, അതുപോലെ ബാബുരാജ്, സിദ്ദിഖ്, ഇവരുടെയൊക്കെ പേരെടുത്ത് വന്നിട്ടുണ്ട്. പഹാജ, മജീദ് ക, അങ്ങനെ കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അശ്ലീലം പറഞ്ഞു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ അവർ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ അശ്ലീലം ഒന്നും പറഞ്ഞിട്ട് അവർ വന്നപ്പോ മുതല് അവരെ കേൾക്കാൻ ഞങ്ങൾ സ്ത്രീകൾ തയ്യാറായിരുന്നു. സ്ത്രീകൾ മുമ്പിൽ നിന്ന് തന്നെ ശ്വേത എന്നെ ഉൾപ്പെടെ കുറച്ചു പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ബോഡിക്ക് മുൻപ്. ഞങ്ങൾക്ക് ചേച്ചി സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കാലയളവിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വിശദീകരണം ഉണ്ടാവും. അപ്പൊ ഞാനും പറഞ്ഞു അത് ഞങ്ങൾക്ക് കേൾക്കണം, അത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് ഉണ്ടാക്കി തരണം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. എന്നിട്ട് നീതി എവിടെയാണ്, ശരി എവിടെയാണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ജനറൽ ബോഡിക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. പക്ഷെ ജനറൽ ബോഡി തുടങ്ങി ഇവർ വന്നതിന് ശേഷം അവര് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന ഒരു കാര്യങ്ങളും അവർ സംസാരിക്കുന്നില്ല. അവർ വന്നിട്ട് സംസാരിച്ചത് മുഴുവനും അതിനു മുൻപ് തന്നെ നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെ നിന്ന അംഗങ്ങളാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമാണ്. അവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരെല്ലാവരും ഒരുമിച്ച് വേദിയിൽ സന്തോഷം, നമുക്ക് സന്തോഷം, അവർ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ അവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എല്ലാവരും വന്നിട്ട് അവര് സംസാരിച്ചത് മുഴുവനും അവരുടെ ഭാഗം കേൾക്കാനാണ് ഈ ജനറൽ ബോഡിയിലുള്ള ആൾക്കാർ അത്രയ്ക്ക് നാണക്കെട്ടിരിക്കുകയാണ്. അമ്മയിലെ അംഗങ്ങൾ മുഴുവനും അതിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞത് മുഴുവനും 1500 രൂപ പെൻഷൻ നമ്മൾ കൂട്ടുകയാണ്. ഈ 1500 രൂപ അല്ല, കഴിഞ്ഞ കമ്മിറ്റി 5000 കൂട്ടാനിരുന്നതാണ്. കഴിഞ്ഞ കമ്മിറ്റി ഇല്ലേ, അൻസിബൊക്കെ ഉള്ള കമ്മിറ്റി, സിദ്ദിഖൊക്കെ ഉള്ളത് 5000 കൂട്ടാനിരുന്നതാണ്. പക്ഷെ ഇവർ 1500 രൂപ കൂട്ടിത്തരാൻ പോവുകയാണ്. അത് പുറത്തു നിന്നൊരു സ്പോൺസർ അക്കൗണ്ടാണ് അത് കൂട്ടിക്കുന്നത്. അത് കൂടാതെ തന്നെ 4 ദിവസം തായ്ലൻഡിൽ പോകുന്നു. അത്തരം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കണക്ക് ശരിയല്ലാത്തൊരു കണക്ക്, അതിനുമുമ്പ് ഇവരുടെ കയ്യിൽ നിന്ന് കണക്കിന്റെ ഒരു പേജ് ലീക്കായിട്ടുണ്ട്. അതിൽ 60 ലക്ഷത്തിന് മേലെ കണക്കില്ലാതെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ബാബുരാജ് പറഞ്ഞതാണ്, അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുരാജ്. അപ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു കണക്ക് തെറ്റി ബാബുവിന്റെ വാട്സപ്പിൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചു. നമുക്ക് തന്നിരിക്കുന്ന പ്രിന്റ് ചെയ്ത് തന്ന കണക്ക് വേറെ, അവർ വായിച്ച കണക്ക് വേറെ. അപ്പോ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി. അവിടെ മൊത്തത്തിൽ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അംഗങ്ങളാണ്. മൈക്ക് അവിടെ ആർക്കും തന്നില്ല. ഈ ജനറൽ ബോഡി നടത്തിയത് സംഘാടകരെന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൈക്ക് മാറ്റി വെച്ചിരിക്കുക. ഇതുപോലുള്ള കോഡ്ലെസ് മൈക്ക് ഓരോരുത്തർ ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദിയിൽ അങ്ങ് ദൂരെ ഇരുന്ന് ചോദിക്കുന്ന ആൾക്കാർ ഉറക്കെ തന്നെ സംസാരിക്കാനേ പറ്റുള്ളൂ. കാരണം മൈക്ക് കൊടുക്ക് മൈക്ക് എവിടെയെന്ന് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ മൈക്കൊന്നും കൊടുക്കുക അവർ ചോദിക്കുന്നത്. മൈക്ക് തരുന്നില്ലായിരുന്നു. ആകെ അനൂപ് ചന്ദ്രന്റെ കയ്യിൽ മാത്രം ഒരു മൈക്ക് കൊടുത്തിട്ട് അനൂപ് ചന്ദ്രൻ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ബാബുരാജിനെ കുറിച്ച് കുറെ ആരോപണങ്ങൾ വന്നു. അപ്പൊ ബാബുരാജ് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല, മറുപടി പറയാൻ സമയം കൊടുക്കുന്നില്ല. ഈ സമയം മുഴുവനും ലാലേട്ടൻ മുൻപിൽ തന്നെ ഇരിക്കുകയാണ്. ലാലേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുകയാണ്. അപ്പോ ബാബുരാജിന് സമയം കൊടുക്കുന്നില്ല. അവർ സമയം കൊടുക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാബുരാജ് പറഞ്ഞു ഞാൻ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെ എഴുന്നേറ്റ് വന്നപ്പോ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് അവിടെ നിന്നിട്ട് എന്താ പറയാ, എനിക്ക് ആ ഭാഷ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ഭാഷ ഇരിക്കടാ അവിടെ എന്ന് പറയുന്നത് പോലെ, ഞാനാണ് പ്രസിഡന്റ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ ഇവിടെ പറയുന്നത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ പറഞ്ഞു ബാബുരാജ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുവാണെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങി പോയപ്പോ പുറത്ത് വണ്ടി കിടപ്പുണ്ട് എന്ന് വരെ പറഞ്ഞു അവര്. അതുപോലെ ആർക്കും സംസാരിക്കാൻ, അവർക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുന്നവരെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് മാത്രമാണ് സംസാരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായി.
ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ ഇതല്ല. മല്ലിക ചേച്ചി ഉൾപ്പെടെ അവിടെ നിന്ന് ഒറ്റ മൈക്കില്ല സംസാരം. ആ ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുക്കുമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചു വന്നാൽ മല്ലിക ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുക്കും, ചേച്ചി പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയോ ഒരു മൈക്ക് കൊടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള സന്തോഷ് കീഴാറ്റൂരിനെ ഞങ്ങൾ വിളിച്ചു വെച്ചു, നിങ്ങൾ ആ മൈക്ക് അവിടെ പോയി. തുടക്കത്തിൽ മൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മൈക്ക് മാറ്റിയതാണ്. ഞങ്ങൾ ആരുമില്ല മൈക്ക് മാറ്റിയത്. സന്തോഷ് കീഴാറ്റൂര് ആ മൈക്ക് തന്നില്ല നമുക്ക്. ഇല്ല, ഇപ്പൊ തരാൻ പറ്റത്തില്ല, ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് ശേഷം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൈക്ക് കൊടുക്കാതിരുന്നത്. അപ്പോ അവിടെ ആരെയും അശ്ലീലം പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും കേട്ടിട്ടില്ല അശ്ലീലം പറഞ്ഞത്. ഇനിയിപ്പോ മാലയും മായാവിശ്വനാഥുമാണ് അശ്ലീലം പറഞ്ഞതെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവര് പറയട്ടെ. ഞാൻ ഈ കാലയളവിൽ ഭാഷ ഉപയോഗിച്ച് തെറി പറയാറില്ല, അതുകൊണ്ട് അതിനൊരു മറുപടി അർഹിക്കുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ള കുറച്ചുകൂടെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. എന്താണ് അമ്മ സംഘടനയിൽ നടക്കുന്നതെന്ന് കുറെ നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻസിബ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പലതട്ടം കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നടക്കുന്നത് ഒരു വർഗീയമായ എല്ലാം പെട്ടെന്ന് തീർക്കാം. 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റേ ഉള്ളൂന്നുള്ളതുകൊണ്ടേ നമുക്ക് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കാത്തതും നമ്മൾ വിചാരിക്കാത്തതും 32 വർഷമായി അമ്മയിൽ നടക്കാത്തതുമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിന് എനിക്കൊരു ആധാരവുമുണ്ട്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഞാനൊന്ന് പ്ലേ ചെയ്യാം. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്, ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പ്രാഭവം കാണിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്, ദക്ഷിണ. ഇത് ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ്, ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ഞാൻ അയച്ചു തരാം ആർക്കെങ്കിലും താല്പര്യമുണ്ട്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവര് കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവും ഇല്ല, ഒരു അയിത്തവുമില്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷെ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിന്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആരോപണമല്ല, എന്റെ അനുഭവമാണ്. എന്നെ വിളിച്ച് എന്താണ് പലവട്ടം നിങ്ങൾ കേട്ട് കാണും, മാലാപാർവതിയാണ് ഗൂഢാലോചനയുടെ പിന്നിലെന്ന് നിങ്ങൾ പലവട്ടം കേട്ട് കാണും. എന്താണ് ആ ഗൂഢാലോചന? എന്തുകൊണ്ടാണ് ശ്വേത എനിക്ക് മൈക്ക് തരാതെ വട്ടം പിടിച്ചു നിന്നത് ജനറൽ ബോഡിയിൽ? ഞാൻ സംസാരിക്കാൻ പാടില്ല, മീഡിയ പോ എന്താണ് പറയുന്നത്?
ഇത് ഞാൻ പറയുന്നത് ഇന്ന് രമേശ് പിഷാരടിയുടെ ഒരു ഫോൺ സംഭാഷണം ഒരു അജണ്ടയോടുകൂടി അവർ പുറത്തുവിട്ടതിന് ശേഷം അവർക്ക് ആ മാന്യത കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു സംഭാഷണം, അതിനൊരു തെളിവ് കൂടിയുണ്ട്, ഒരാൾ കൂടി ആ കോൺകോളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അൻസിബയുടെ വിഷയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ 4 പേരെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്വേത എന്തേ സംസാരിക്കുന്നത്, അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കരുത്. അല്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വൽ ഇവരുടെ ഒരു സംഭവം തുടങ്ങി. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കം ഉണ്ടാവുകയും ഞാൻ പറഞ്ഞു, ഇതൊരു സാമൂഹ്യ വിഷയമാണ്, ഇത് അമ്മയുടെ വിഷയമല്ല, ഇത് ഞാൻ പുറത്ത് പറയും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോ എന്നോട് അവര് പറഞ്ഞത്, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, you will be out of this industry. Chechi, I am telling you because I love you. You don't know what you are getting into. Please stay away. And I know when you decide on something, you get into this one track and you crash land. So you don't know what you are getting into. I am asking you to stop. Do not interfere in Ansiba's issue. എന്താണ് ആ വരിയുടെ അർത്ഥമെന്ന് വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്യുന്നത്. എന്താണ് അവിടെ നടന്നതെന്ന് പറഞ്ഞപ്പോ ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടാതെ, ഒരു സംശയത്തിനിടയില്ലാതെ 2023 നടന്ന ഒരു സിനിമയുടെ കാര്യം അദ്ദേഹം പറയുകയാണ്. അവിടെ വെച്ച് അൻസിബ ഒരു നോമ്പെടുത്തു എന്നും അതിനോടൊപ്പം ഈ അദ്ദേഹത്തിന്റെ മകനായ അഭിനയിക്കാൻ വന്നതോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നെ വളരെയധികം മോശമായി പറയുന്നുണ്ട്, അവിടെ ഒരു നോമ്പ് തുറന്നു എന്നും. അത്രയും മാത്രം നടന്ന ഒരു കാര്യത്തിനെ 2026 ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വാട്സപ്പ് ചാറ്റിൽ ഭീഷണിയുടെ സ്വരത്തിൽ ഉപയോഗിച്ചത് എന്തിനാണ് ടിനി ടോം? അത് ചോദിക്കുന്ന സമയത്ത് ശ്വേത പറയുന്നത്, ചേച്ചി ഡു യു വാണ്ട് ടിനി ടു എൻഡ് അപ്പ് ഇൻ ജയിൽ? അപ്പൊ ഞാൻ പറഞ്ഞു, തിഹാർ ജയിലിൽ അൻസിബ പോയാൽ കുറച്ച് പ്രശ്നമില്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു തർക്കം. അന്ന് മുതലാണ് ഞാനൊരു ഗൂഢാലോചനക്കാരിയായത്. അവർക്ക് ഗൂഢാലോചനയൊന്നുമില്ല, ആലോചന നടത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ കേരളത്തിനോട് ഒരു ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് അവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ വരാനിരിക്കുന്ന ഒരു കേരള സ്റ്റോറിയാണ് എന്ന് മനസ്സിലായതുകൊണ്ടും അതിനെ എതിർക്കണമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലുമാണ് ഞാൻ അവിടെ പ്രതികരിച്ചത്. നാളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ആ സ്ക്രിപ്റ്റ്, ഒരു സിനിമാ നടി, തട്ടമിടാത്ത, ഒരു തരത്തിലും ജാതി മതങ്ങളൊന്നുമില്ല, അമ്പലത്തിൽ വരെ പോകുന്ന ഒരു മലപ്പുറംകാരി മുസ്ലിം, അവളവിടെ മത പരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു കഥ ഒരു സിനിമയായിട്ട് വന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായി ഓടും. ഈ കഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇത് വളരെയധികം എതിർത്തത്. ഇത് പറയരുതെന്നും പറയണ്ടെന്നും വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. അത് മറ്റു കാര്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. കണക്കിന്റെ കാര്യമായിട്ടും അങ്ങനെയൊക്കെ. കണക്കിന്റെ കാര്യവും മറ്റു കാര്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട്, കണക്ക് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചു പേര് ഈ കാര്യങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കട്ടെ, ഞങ്ങൾ കുറച്ചു പേര് ഞങ്ങൾക്ക് മാത്രമായി ഈ ഉത്തരവാദിത്തങ്ങൾ തരൂ, അൻസിബയെ പുറത്താക്കൂ. ആദ്യത്തെ ദിവസം വന്നപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അൻസിബയെ പുറത്താക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അൻസിബ പുറത്തായില്ലെന്ന് മാത്രമല്ല, അൻസിബയുടെ സംസാരത്തിൽ മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളും അൻസിബ പറഞ്ഞത് മനസ്സിലാക്കി അൻസിബയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല കേട്ടോ, ഇതൊന്നും ഞാൻ ജനറൽ ബോഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ അൻസിബ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയോടൊപ്പം നിന്നു. ഇവർക്ക് ഉത്തരവില്ലാതെയായി എന്നുള്ളത് സത്യമാണ്. അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു, ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ. ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്തൊരു ആരോപണമൊന്നുമല്ല. പിറ്റേ ദിവസം ലക്ഷ്മി പ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കുന്നത്. അപ്പൊ ഇവര് ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്? നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് താൻ ആരോടൊന്നല്ലേ തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അങ്ങനെ ഓടിയതെന്ന്. അതിനുശേഷം ഞാൻ പോവുകയാണ്, അംഗത്വം രാജിവെച്ച് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പോയി. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഞാനും എന്റെ അംഗങ്ങളും രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അംഗങ്ങളും ഞാനും എന്റെ അംഗങ്ങളും എന്ന് പറയുമ്പോൾ അംഗങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവരാരും തിരിച്ചു വന്ന് ഞങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞില്ല. അവര് രാജിവെച്ചതിന് ശേഷം
അവർ രാജിവെച്ചതിന് ശേഷം ജനറൽ ബോഡിയാണ് അപ്പെക്സ് ബോഡി. നിങ്ങൾക്ക് നോക്കാം, ട്രാവൻകൂർ കൊച്ചി ലിറ്റററി ആൻഡ് സയന്റിഫിക് രജിസ്ട്രേഷൻ സൊസൈറ്റി ആക്ട് ആണ് പാരന്റ് ആക്ട്. അതിൽ പറയുന്നത് അപ്പെക്സ് ബോഡിക്ക് തീരുമാനമെടുക്കാം. മാസ റെസിഗ്നേഷനും അബാൻമെന്റും വന്നു കഴിഞ്ഞാൽ അപ്പെക്സ് ബോഡിയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പെക്സ് ബോഡി ജനറൽ ബോഡിയാണ്. ശ്വേതയുടെ തന്നെ വാക്കിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കോർട്ട്. എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് പുതിയൊരു സമിതിയെ ഏൽപ്പിക്കാൻ. ആ സമിതിയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ കൺവീനറിനെയാണ് ഇന്നലെ മ്ലേച്ഛമായ ഒരു ഫോൺ കോൾ ചോർത്തിക്കൊണ്ട് കോടതിയിൽ പോയി ഒഴിവാക്കിയത്. ഞങ്ങൾ കയ്യും കാലും പിടിച്ചാണ് രമേശ് പിഷാരടി അവിടെ ഇരുത്തിയത്. രമേശിന്റെ ഒരു നയം, അനുരഞ്ജനം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും ഞങ്ങൾ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ അദ്ദേഹം അവിടെ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ കോൺഗ്രസ് അവിടെ കളിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനോട് അയിത്തമില്ല. BJP ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. CPM കാരുണ്ട്, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ ഈ വർഗീയവൽക്കരണം ബോളിവുഡിലൊക്കെ നടന്നിട്ടുള്ളത് പോലെ സിനിമാ സംഘടനകളെ പിടിച്ചുകൊണ്ട് സിനിമയെ മാറ്റിക്കൊണ്ട് ഒരു നാട്ടിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തിനെ മുളയിലെ നുള്ളാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന കുറ്റമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ എടുക്കാം. അല്ല, അങ്ങനെ തന്നെയാണ് ബാബുരാജ് പറഞ്ഞത്. കാൻഡിഡേറ്റ്സിനെ മത്സരിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്, സ്ഥാനാർത്ഥികളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ അതവിടെ നിന്ന് നമുക്ക് ക്ലിയർ ചെയ്യായിരുന്നല്ലോ. അങ്ങനെ അവർ വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ജനറൽ ബോഡി അല്ലേ. ശ്വേതാ മേനോൻ എപ്പോഴും സംസാരിക്കുന്നത്, മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത്, ഞങ്ങളുടെ കോടതി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്, അമ്മയുടെ ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിൽ ജനറൽ ബോഡി എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കോടതിയുടെ മുമ്പില് അങ്ങനെ ഒരു ആരോപണം വരുമ്പോ അവരവിടെ ക്ലിയർ ചെയ്യണ്ടേ? അവിടെ ക്ലിയർ ചെയ്ത അടുത്ത സെക്കൻഡില് അവരിറങ്ങി പോവാണ്. ഞാൻ അംഗത്വം കൂടെ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക ചെയ്തത്. എന്നിട്ട് പുറത്തു വന്നിട്ട് മീഡിയയിൽ പറഞ്ഞത്, ഞങ്ങൾ രാജിവെക്കുന്നു, ഞാൻ അംഗത്വം രാജിവെച്ചു, ഞാനും എന്റെ കമ്മിറ്റിയും രാജിവെച്ചു, എനിക്ക് പാവയായിരിക്കാൻ സാധിക്കില്ല, എനിക്ക് പാവയായി ഇവിടെ ഇരുന്ന് ഭരിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ പറയാൻ എന്താണ് കാരണം? അങ്ങനെ അവർ ആരാണ് പാവയായിട്ട് ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം 10 മാസം അവരാരാണ്? അമ്മയിലെ ഏത് അംഗങ്ങളാണ് അവരുടെ ഭരണത്തിൽ ഇന്റർഫിയർ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഭരിക്കണം, നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ജനറൽ ബോഡിയിൽ പറയണ്ടേ? ഞങ്ങൾക്ക് അറിയണം അത്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ പറയാതെ ഇപ്പോഴും അതൊരു നിഗൂഢതയായിട്ട് വെച്ചിട്ട് പറയുകയാണ്. അവർ ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞ്, ഭരണത്തിൽ വന്നു ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരും, പുറത്തുപോയ എല്ലാ സ്ത്രീകളെയും ഞങ്ങൾ തിരിച്ചു വിളിക്കുമെന്ന്. പിറ്റേ ദിവസം തന്നെ അവർ തിരിച്ചു പറഞ്ഞു, ചില അംഗങ്ങൾക്ക് എതിർപ്പുണ്ട്. ആർക്കാണ് എതിർപ്പ്? അതൊക്കെ അറിയാം, ഞങ്ങൾക്കുണ്ട്. അതിന് ജനറൽ ബോഡിയിൽ പറയല്ലേ, അല്ലെ അംഗങ്ങൾക്ക് കത്തയക്കണ്ടേ? ഞാൻ ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ന അംഗങ്ങൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അത് പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അത് അംഗങ്ങളായി ഞങ്ങൾക്ക് അറിയണ്ടേ? അതൊന്നും അവർ പറയുന്നില്ല. ഇങ്ങനെ മാറി 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 സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ എനിക്കറിയാൻ കഴിഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, പിന്നെ ഈ പറയുന്ന അതിജീവിതയോ പുറത്തുപോയ സ്ത്രീകളെ ഔദ്യോഗികമായിട്ട് ഇവരൊരു ഫോൺ കോൾ പോലും ചെയ്ത് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഗൂഢാലോചന മാല മാത്രമല്ല, ജനറൽ ബോഡിയിൽ തന്നെ പറഞ്ഞു ഇവിടെ ഗൂഢാലോചനയാണ്, ഞങ്ങളെ പുറത്താക്കാൻ ഗൂഢാലോചന നടത്തി. ആരാണ് ഗൂഢാലോചന നടത്തിയത്? ഞാൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, ആരാണ് ഗൂഢാലോചന നടത്തിയത്? യു എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്നത്. ഗൂഢാലോചന എന്ന് വെച്ചാല് നമ്മള് ഒരു ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ജനറൽ ബോഡിയുടെ അവകാശമാണ്. ജനറൽ ബോഡിയുടെ അവകാശം നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പൊ പലരും പറഞ്ഞത് ലക്ഷ്മിപ്രിയയെ പുറത്താക്കിയാൽ മതി, ചിലർക്ക് ഇവരെ മുഴുവൻ പേരും പോകണം, എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഒപ്പ് ശേഖരണത്തിലേക്ക് വന്നു. 21 ദിവസം മുമ്പ് കൊടുത്താൽ മാത്രമേ ഇത് നടപ്പിലാവൂ എന്ന് ഞങ്ങൾക്ക് പറയാം. ഇവിടെ പല ആൾക്കാരും, ജിവിൻ ടുട്ടു അടക്കം എന്നെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും അവിശ്വാസ പ്രമേയം ആവില്ല, കാരണം 21 ഡേയ്സ് മുമ്പ് കൊടുക്കണം. പക്ഷെ ഞങ്ങൾ അന്ന് അവിടെ അത് വായിക്കാം, കാരണം ഞങ്ങൾക്ക് നോട്ടീസും തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് വായിക്കാം എന്നുള്ള നിലയ്ക്കൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ വേണ്ടി വന്നില്ല, കാരണം കണക്ക് കാണിക്കാതെ ഇത് മൊത്തത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സാഹചര്യം വന്നപ്പോ ആ മാൻഡേറ്റ് പോയി. അവർക്ക് കണക്ക് കാണിക്കാതെ നിങ്ങൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ സംഘടനയിൽ അംഗമായിരിക്കില്ലേ?
കണക്ക് കാണിക്കാതിരിക്കാൻ ആനുവൽ ജനറൽ ബോഡിയിൽ കണക്ക് തരാതിരിക്കാൻ അവകാശമുണ്ടോ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്? അവരവിടെ കണക്ക് കാണിക്കാതിരുന്നാൽ അതിന്റെ മാൻഡേറ്റ് നഷ്ടപ്പെട്ടു. മാൻഡേറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അവര് ഇറങ്ങി ഓടി, അവര് രാജിവെച്ചു എന്ന് പ്രഖ്യാപിച്ചു. അംഗത്വം രാജിവെച്ചു. ഞങ്ങളോട് മാത്രമല്ല, പത്രക്കാരോട് പിറ്റേ ദിവസവും പ്രഖ്യാപിച്ചതിന് ശേഷം 20 ദിവസത്തിന് ശേഷം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരണം. ഒന്നുകിൽ 2 കാര്യമാണ്. എല്ലാരും പോയി വിളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. രണ്ടാമത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അവിടെ ഇരുത്തിയതും പൈസ ഞങ്ങൾ കൊണ്ടുവരാനും തരാമെന്നും പ്രോമിസ് ചെയ്തതും ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി അവിടെ തന്നെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം എന്നും ഞാൻ സംശയിക്കുന്നു. എന്തോ ഒരു അജണ്ട നടപ്പിലാക്കാനാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ള ഭയം കൂടുതൽ രൂക്ഷമായി ഇന്നലത്തെ ഈ തിരിച്ചുവരവിൽ അനുഭവപ്പെടുകയാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഈ പത്രക്കാർക്കറിയാം, ശ്വേത മേനോനും കുക്കു പരമേശ്വരനും വേണ്ടി എത്രത്തോളം ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉഷയെ നല്ല ശത്രുക്കളായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല പോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗതികേട് കൊണ്ട് നാണം കെട്ട് ആണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോ കുറ്റബോധത്തോടെ സംസാരിക്കുന്നത്. ഇതിനല്ല അവരെ അവിടെ ഇരുത്തിയത്. തീർച്ചയായിട്ടും ഇവിടെ മനുഷ്യരെ തമ്മിൽ വിഭജിക്കാനും ഇവിടെ ജാതി പറയാനും അല്ല ഞങ്ങൾ ഇവിടെ ഇരുത്തിയത്. അതെ, അതാണ് അതിനുള്ള ഒരു അജണ്ട അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയ ആ ഒരു കൂട്ടുകെട്ട് അതായിരുന്നു. അതിനുശേഷം അതുകൊണ്ടാണല്ലോ എന്നെ ജിഹാദി എന്ന് വിളിച്ചു ലക്ഷ്മിപ്രിയ. പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ ട്രോൾ ചെയ്താണ്. ജിഹാദി എന്ന് വിളിച്ചിട്ടാണോ ഒരാളെ ട്രോളുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷ്മിപ്രിയയുടെ ഒരു പ്രസ് കോൺഫറൻസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അവരതിനകത്ത് ലക്ഷ്മിപ്രിയ അവിടെ ഗൂഢമായി പറഞ്ഞിരുന്നു, തമാശയ്ക്ക് പറഞ്ഞു, തീരെ തമാശയല്ലാതെ പ്രസ് കോൺഫറൻസിൽ അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികൾ ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? നിങ്ങൾ ചോദിച്ചോ ആരാണ് ആ മത തീവ്രവാദികളെന്ന്? തെളിവ് ചോദിക്കാത്തത് എന്താ? സാധാരണ വന്ന് മലയാളികളോട് സംസാരിച്ചിട്ട് പോയാൽ നിങ്ങൾ പുറകെ നടന്ന് ചോദിക്കുമല്ലോ അത് പുറത്തു വിടാൻ. എന്താ വിടാത്തെ? എന്താ ചോദിക്കാത്തെ? എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും അത് പറഞ്ഞിട്ട് ഇവിടെ സ്വസ്ഥമായി നടക്കാൻ സാധിക്കുന്നത്? എന്തെല്ലാം പറഞ്ഞ് വ്യക്തിപരമായി ആക്ഷേപിച്ചു. ആ ക്ലിപ്പ്, ഒരു ചാനലിൽ വന്ന ക്ലിപ്പ് കഴിഞ്ഞിട്ട് അൻസിബേനെ വിളിച്ചു പറയുകയാണ്, ചേച്ചി 9 മാസം ഞാൻ ഇതാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു കാര്യം പറയുമ്പോൾ, പണം വെട്ടിക്കരുതെന്ന് പറയുമ്പോൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത പണമേ ചെലവാക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ, ധൂർത്ത് നടത്തരുതെന്ന് പറയുമ്പോൾ, ഈ പണം ഇതിനുള്ളതല്ല എന്ന് പറയുമ്പോൾ, വ്യക്തിപരമായി ഇരുന്ന് ഇതുപോലത്തെ അശ്ലീലം പറഞ്ഞ് എന്നെ മുഴുവൻ സമയം നോക്കിയും അത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന കുറെ പേരെയുമാണ് ഞാൻ അവിടെ കണ്ടത്. ചേച്ചി ഇതാണ് ഞാൻ അനുഭവിച്ചത് എന്ന് പറയുക. ഇല്ല, ഞാൻ ഇത് കമ്മിറ്റിയിൽ ശ്വേത ചേച്ചിയാണ് ആദ്യം കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞത് 1 കോടി എന്നായിരുന്നു. അത് എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി മാറി. 25 ലക്ഷം എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞു. എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തു. നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല ഈ കാര്യം. അമ്മയിൽ 32 വർഷമായിട്ട് ഒരു മതസ്ഥാപനങ്ങളും കടന്നുകൂടിയിട്ടില്ല, ഒരു മതചിഹ്നങ്ങളും കടന്നുകൂടിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ഒരു ടെമ്പിൾ കൊണ്ടുവരികയാണെങ്കിൽ നാളെ ഒരു മോസ്ക് വരും, പിന്നീട് ഒരു ചേർച്ച് വരും, അങ്ങനെ മതസ്ഥാപനങ്ങൾ വരും, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വരും. അത് വരാൻ പാടില്ല. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥാപനമാണ് അമ്മ. അമ്മയിൽ അങ്ങനെ കൊണ്ടുവരരുതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെന്ന് പറഞ്ഞോ അന്ന് തുടങ്ങി ഏറ്റവും കൂടുതലുള്ള വൈരാഗ്യം കാണിക്കാൻ എനിക്കെതിരെ വ്യാജ പരാതി കൊടുപ്പിക്കുന്നു ലക്ഷ്മിപ്രിയയെ കൊണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു നോട്ടീസ് പോലും ഇല്ലാതെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കേസ് ഞാൻ കൊടുത്തിട്ട് അതിന് FIR ഇടാൻ തയ്യാറല്ല. പക്ഷെ എനിക്കെതിരെ FIR ഇല്ലാത്ത ഒരു കാര്യത്തിന് ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ വിളിച്ചു വരുത്തി 3 മണിക്കൂർ എന്നെ ഹരാസ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിയുമായിരുന്നു. അതിനുശേഷം ഞാൻ ടിനി ടോമിനെതിരെ പരാതി കൊടുത്തു. FIR ഇട്ടില്ല. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പോയിട്ട് പരാതി കൊടുത്തത്. ഇതില് പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നീട് ഞാൻ അത് കോടതിയിൽ പോയിട്ടാണ് ഞാൻ അത് FIR ഇടിപ്പിച്ചത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി ട്രെയിലർ ഇറക്കുന്നു, ടീസർ ഇറക്കുന്നു, പ്രീമിയർ ചെയ്യുന്നു. ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിലാണിത് നടക്കുന്നത്. ഞാൻ അന്ന് അതിയായി വിഷമിച്ചിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. ഇത് എങ്ങനെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിലാണ്, അതായത് ഭീഷണിയുടെ സ്വരത്തിലാണ് ആദ്യം ട്രെയിലർ ഇടുന്നത്. ട്രെയിലറിൽ ഒരു പോർഷൻ കട്ട് ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് അതേ ചാനൽ, ക്യാൻ എന്ന് പറഞ്ഞ ചാനലിൽ എഴുതി കാണിക്കുകയാണ്, ഇതിന്റെ 1ാം ഭാഗം നാളെ 4 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും, 2ാം ഭാഗം അതിന്റെ നെക്സ്റ്റ് ദിവസം ഇടുന്നതായിരിക്കും.
എന്ത് മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ പറയാൻ അവസരം കേരളത്തിൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ പേര് ആണ് ഇവിടെ അനുഭവിക്കാൻ പോകുന്നത്, എത്രയോ ആത്മഹത്യകൾ നമ്മൾ കാണേണ്ടി വരും. കാരണം ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് എങ്ങനെയാണ് കേരളം മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രത്തോളം സ്വാധീനമുണ്ടോ? ഞാൻ കൊടുത്ത പരാതി, ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ എന്റെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വ്യക്തിഹത്യക്കെതിരെ എന്ന്. അങ്ങനെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി അവർ കണ്ടിട്ടില്ല എന്നാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിങ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, FIR ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്നെ CI വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തതിന്റെ. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാർ? അല്ല, അത് ഞങ്ങൾ 14 ദിവസം ഒന്ന് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രഥമ ദൃഷ്ടിയ തന്നെ കേസുണ്ട്. FIR ഇട്ടാൽ എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ അത് കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായിട്ട് കേസ് എടുക്കുന്നുണ്ടോ, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തത വരുത്തേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ ഇവിടെ ഉള്ളത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ ഇതേ വിഷയം തൃക്കാക്കര മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ഉമാ തോമസ് മാമുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ മാമുമായിട്ട് സംസാരിച്ചു. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് നീതി കിട്ടുന്നത് കോടതിയിൽ പോകുമ്പോൾ മാത്രമാണ്. കോടതിയിൽ മാത്രം വിശ്വസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഒരു പൗരന് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാണ്? നമുക്ക് ഡയറക്റ്റ് കോടതിയിൽ പോയിട്ട് പരാതി കൊടുത്താൽ പോരെ, പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ? എനിക്ക് മനസ്സിലാവണില്ല അത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, എന്നെ ജിഹാദി എന്ന് വിളിച്ചു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഉൾപ്പെടെ ടിനി ടോമിന്റെ ഡ്രൈവർ ഉൾപ്പെടെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഡബിൾ ഡാഡി സിൻഡ്രോമാണ് എനിക്കിന്ന് മെസ്സേജ് അയക്കുന്നു. 17 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അയച്ചത്. അന്ന് അത് സ്ത്രീ വിരുദ്ധതയാണ് അയച്ചതെന്ന് പറയാൻ അന്ന് അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഉണ്ടായിരുന്നില്ല. വുമൺ കാർഡ് എപ്പോഴും പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. വുമൺ കാർഡ് പറയേണ്ടത് അത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളല്ല പറയേണ്ടത്. സ്ത്രീകൾക്ക് കിട്ടേണ്ട അർഹതയുള്ള സ്ത്രീകൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാതിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയേണ്ടത്. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല അത് പറയേണ്ടത്. അന്ന് ഒരാളും പറഞ്ഞില്ല, ടിനി ടോം പറഞ്ഞത് മോശമാണ്, അങ്ങനെ പറയരുത് എന്ന്. മറ്റൊരു വനിതാ അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവർ മെയ് 12 ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി പോലും എടുത്തിട്ടില്ല. അശ്ലീലമാണ് വിളിച്ചു പറഞ്ഞത്. അതിന് സാക്ഷി പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്ന മായ ചേച്ചി. ജനറൽ ബോഡിയിൽ വന്ന് മായ ചേച്ചി സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ആരോപണ വിധേയനായിട്ടുള്ള ആ പുരുഷനെ ഒന്ന് മാറ്റി നിർത്താൻ പോലും പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. എവിടെയാണ് സ്ത്രീ സമത്വം? അവിടെ എവിടെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളിന്റെ എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ചെയ്യണം. അപ്പൊ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആവരുത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും
ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു, കംപ്ലൈന്റ് എടുത്തില്ല. അവസാനം ഞാൻ കോടതിയിൽ പോയി FIR ഇടാൻ പറഞ്ഞു. പ്രഥമ ദൃഷ്ട്യാ കേസ് എടുക്കാൻ പറ്റുന്ന തെളിവുകൾ ഉള്ളത് തന്നെയാണ് അൻസിബ ഹസൻ കൊടുത്ത പരാതി എന്ന് കോടതി പറയുകയും FIR ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനുശേഷം കമ്മീഷണർ മീഡിയയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര വേദനയാണ് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് അത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. എന്ത് പരാതി, എന്ത് കൗണ്ടർ പരാതി എനിക്കറിയില്ല. ഞാൻ ശ്രീ ടിനി ടോമിനെതിരെ കൊടുത്ത ഒരു പരാതിയെ എനിക്ക് അറിയുള്ളൂ. കമ്മീഷണർ വീണ്ടും പറയുന്നുണ്ട് ഇത് അമ്മ സംഘടനയിൽ ഒരു പ്രശ്നമാണ്, അത് അവരവിടെ തീർപ്പാക്കിയതാണ്. ആര് പറഞ്ഞു തീർപ്പാക്കിയെന്ന്? അങ്ങനെ ഒരു പ്രശ്നം അമ്മ സംഘടനയ്ക്കകത്ത് തീർപ്പാക്കിയിട്ടേ ഇല്ല. കമ്മീഷണർക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? അതുപോലെ പറയുന്നത്, റിപ്പോർട്ടിൽ പറയുന്നത് ടിനി ടോം അത് തമാശയ്ക്ക് പറഞ്ഞതാണ് ജിഹാദി എന്ന്. ജിഹാദി എന്നും ഒരു വ്യക്തിക്ക് ഡബിൾ ഡാഡി സിൻഡ്രം ആണെന്നും ആ വ്യക്തിക്ക് മറ്റുള്ള പലരുമായിട്ടും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നതൊക്കെ തമാശയായിട്ട് കാണാനാണോ പോലീസ് ഇവിടെ ഇരിക്കുന്നത്? അത് തമാശയാണെന്ന് എങ്ങനെയാണ് പോലീസുകാർക്ക് പറയാൻ പറ്റുന്നത്? അപ്പൊ സിറ്റി പോലീസ് കമ്മീഷണർ അത് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതാണോ നീതി എന്ന് എനിക്ക് അറിയില്ല. ഇത് നീതി അല്ല, അനീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അനീതി നടന്നുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിലുള്ള ജനങ്ങളോടാണ് എനിക്ക് വിശ്വാസമുള്ളത്. എല്ലാ ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം. ഇവിടെ വർഗീയത ഉണ്ടാവാൻ പാടില്ല, വർഗീയവൽക്കരണം ഉണ്ടാവാൻ പാടില്ല. എല്ലാ പോലീസ് സ്റ്റേഷനുകളും കൂടെ പരിശോധിക്കണം. വർഗീയവൽക്കരണം പോലീസ് സ്റ്റേഷനുകളിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും എനിക്കുള്ള അഭ്യർത്ഥനയാണ്, ദയവ് ചെയ്ത് കേരളം ഒരു വർഗീയവൽക്കരിക്കപ്പെട്ട സംസ്ഥാനമായി മാറാൻ അനുവദിക്കരുത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോ ഞങ്ങള് എല്ലാവരും അതിന് തയ്യാറാണ്. ഇപ്പൊ ഇവിടെ ഉള്ളവര് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെടും. അവരിനി ഓഫീസിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, കോടതി വിധി ഉണ്ടെങ്കിൽ കോടതി വിധിയുമായിട്ട് വരികയാണെങ്കിൽ നമുക്കത് വേറെ പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കോടതി വിധിയായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ആരും എതിർക്കാൻ പോവില്ല. ഇല്ലില്ല, അങ്ങനെയല്ല. രമേശ് പിഷാരടിയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടാണ് ആ വിധി. നിങ്ങളുടെ ഇന്നലത്തെ വാർത്ത ഇല്ല. രമേശ് പിഷാരടിക്ക് കൺവീനർ സ്ഥാനത്ത് നിന്ന് തുടരാനുള്ള അർഹത മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഡോ കമ്മിറ്റി അങ്ങനെ അല്ല, കൺവീനർക്ക് സ്റ്റേ. അതായത് ഒന്നാമത്തെ കാര്യം, ഈ അഡ്ഹോ കമ്മിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സും ഒരുപോലെയാണ്. അവിടെ പ്രസിഡന്റ് പോയാൽ ബാക്കിയുള്ളവർ പോയെന്ന് അർത്ഥമില്ല. കൺവീനർക്ക് മാത്രമാണ് സ്റ്റേ. അപ്പൊ പുള്ളി രാജിവെച്ച കഴിഞ്ഞ പ്രശ്നം. ആ വക്കീല് പറയുന്നുണ്ട്, ഉത്തരവ് അങ്ങനെയല്ല. വായിച്ചോ, സൈറ്റിൽ പോയി. അപ്പൊ അതിനകത്ത് രമേശ് പിഷാരടിക്ക് മാത്രമാണ് സ്റ്റേ അല്ലേ? അതിലുള്ളത് രമേശ് പിഷാരടി വേഴ്സസ് ശ്വേതാ മേനോൻ എന്നാണ്. അതാണ് രമേശ് വ്യക്തിപരമായി. അതെ, അതാ ഞാനതാ പറഞ്ഞത്. അഡ്ഹോ കമ്മിറ്റി എന്നൊരു സംവിധാനം ജനറൽ ബോഡി നമ്മുടെ ബൈലോയിൽ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഇല്ല, ശരി. പക്ഷെ ഒരു അസാധാരണ സിറ്റുവേഷൻ ഉണ്ടായി. അവര് മാസ് റിസൈൻ ചെയ്തു, അവരെ അബാൻഡൻ ചെയ്തു. ഭരണസമിതിയിൽ വെച്ച് റെസിഗ്നേഷൻ ഉറപ്പാക്കേണ്ടത് മിനിറ്റ്സ് ജനറൽ ബോഡി പറഞ്ഞാൽ മതി. ജനറൽ ബോഡി അപ്പെക്സ് ബോഡിയാണ്. അല്ല, രേഖാമൂലം വേണം എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ബുക്ക് അവരുടെയിലാണ്. അവർ എഴുതാൻ തയ്യാറില്ല, മിനിറ്റ്സ് ബുക്ക് തരാൻ തയ്യാറില്ല, താക്കോൽ തരില്ല, ഒന്നും തരാൻ തയ്യാറില്ല. അവരുടെയിലാണല്ലോ ഇത്. ഞങ്ങൾ ആരും ഇവര് രാജിവെക്കുമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സംഭവം അല്ലല്ലോ ഇത്. മിനിറ്റ്സ് ബുക്ക് തരാതെ അവർ വീട്ടിൽ കൊണ്ടുവച്ചൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്നത്. താക്കോല് കാണുന്നില്ല, മിനിറ്റ്സ് ബുക്ക് കാണുന്നില്ല. എന്ത് ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമ്മള് എന്താ പറയാ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘടനയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കുട്ടികളിയല്ല, കുട്ടികൾ പറയുന്നത് പോലെ അത് ചെയ്യേണ്ടത് ഇപ്പൊ ഭാരവാഹികളല്ലേ, ജനറൽ സെക്രട്ടറി അല്ലേ, അവരുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അത് തരാൻ തയ്യാറാവാതെ അവര് അമ്മയുടെ ഓഫീസിലും വെക്കാതെ അവർ വീട്ടിൽ കൊണ്ടുപോയി. ചോദിച്ചപ്പോ തരൂല എന്ന്. മിനിറ്റ്സ് ബുക്ക് തരില്ല, വീഡിയോ തരില്ല. അവരെല്ലാം പോയി. അതായത് അവര് വിളിച്ചില്ല. അഡ്ഹോ കമ്മിറ്റി എന്ന് പറയുന്നത് ആ പേര് നിങ്ങൾ പിന്നെയും പറയണ്ട. അതായത് താൽക്കാലിക, ഞാൻ ആ റൂൾസ് വായിക്കാം നിങ്ങൾക്ക്. അത് ഇത് ഒരു മിനിറ്റ്, ഞാനത് റൂൾസ് വായിക്കാം. ഇതാണ് അതിനകത്ത് ഇപ്പൊ പറയുന്നത്. 4 റൂളാണ്. ദ ജനറൽ ബോഡി ഇസ് ദ സുപ്രീം അതോറിറ്റി ഇൻ മോസ്റ്റ് സൊസൈറ്റീസ്. അതായത് ഇത്
ട്രാവൻകൂർ കൊച്ചി സൊസൈറ്റി ആക്ടിൽ പറയുന്നതാണ്. അത് കഴിഞ്ഞ് ദേ ക്യാൻ അക്സെപ്റ്റ് ദ റെസിഗ്നേഷൻസ്, അപ്പോയിന്റ് ആൻ ഇന്ററിം ഓർ അഡ്ഹോക് കമ്മിറ്റി, appoint and nominate an administrator or returning officer or conduct fresh elections within a specified period according to the bylaws. ഇത്രയും അധികാരം ഉണ്ട് അപെക്സ് ബോഡിയായ ജനറൽ ബോഡിക്ക്. അവരുടെ മുമ്പിലാണ് രാജിവെച്ചത്. അത് അവരുടെ കൂടെയുള്ള സമിതി ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്ന് പറയുകയൊന്നും ചെയ്തില്ല. ശ്വേത മേനോൻ എന്ന വ്യക്തി തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞ നിമിഷം ജോയ് മാത്യു അടക്കം രാജിവെച്ചിട്ട് പോയി. അല്ല ആയിക്കോട്ടെ, പക്ഷെ രാജു ചെയ്തില്ല, കണക്ക് കാണിക്കാൻ പറയുന്നുള്ള ഭയത്തിലല്ലേ. എവിടെ പോയി ജോയ് മാത്യു എന്ന നട്ടലുള്ള പുരുഷൻ? എന്തിനാണ് ശ്വേത തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയത്? രാജിവെക്കാതെ നിന്ന് ശ്വേതയുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാത്ത നെഞ്ചു വിരിച്ച് എവിടെ പോയി? അതും പറയുന്നുണ്ട്. കുത്തഴിച്ചതാരാണ്? ഇദ്ദേഹം പറയുന്നത് ആകെ ജനറൽ അവിടെ ഒരു പാർട്ടി നടത്തിയതാണ് കുറ്റം. പാർട്ടി നടത്തിയത് കുറ്റമാണ്. ആര് പറഞ്ഞു ഇവരോട് പാർട്ടി നടത്താൻ? നമ്മൾ ആരുടെയും സൈഡല്ല പറയുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാനിവിടെ ന്യൂനപക്ഷമായി പോയി, എനിക്കൊന്നും പറ്റിയില്ല, അതൊക്കെ എന്ത് ന്യായമാണെന്നേ. കുക്കു പരമേശ്വരൻ വൈസ് ചെയർമാൻ ആകുന്നതിന് മുമ്പ് അമ്മയിലെ അംഗമായ പ്രേംകുമാർ ചെയർമാനായും വൈസ് ചെയർമാനായും പിന്നെ ചലച്ചിത്ര അക്കാദമിയിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല. അവരെന്തോ ന്യായീകരിച്ചു. അവിടെ എന്തൊക്കെയോ എന്തോ പിന്നെ ഫെസ്റ്റിവലിന് ഇങ്ങനെ ഒരു ഡിന്നർ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ മലയാള സിനിമയ്ക്ക് എന്തൊക്കെയോ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെഫ്ക എല്ലാ സംഘടനയും ചെയ്യണ്ടേ? തൽക്കാലം ഇതിനകത്ത് പരിഹാരം ഇത് റിസീവർ ഭരണത്തിലേക്ക് പോകുമെന്നൊക്കെ ഭീഷണി മുടക്കിക്കൊണ്ട് ചില യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് മുടങ്ങരുത്. എത്രയും പെട്ടെന്ന് ചെറുപ്പക്കാരായ കുട്ടികൾ, ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരായ കുട്ടികൾ ഇലക്ഷന് നിൽക്കണം, അവര് വരണം. ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ശ്രീ സുരേഷ് ഗോപി എന്നിവർ അവരുടെ രക്ഷാധികാരികളായി ഇരുന്നു കൊണ്ട് ഈ സംഘടനയെ ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതാണ്. ചെറുപ്പക്കാർ വരണം എന്നുള്ളതാണ്. വരും 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 അത് പറഞ്ഞിട്ടുണ്ട്. ധ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഞങ്ങൾക്ക് അത് അവർക്ക് ഇലക്ഷൻ നിൽക്കാമല്ലോ. അവര് വേണമെങ്കിൽ അടുത്ത തവണ വന്ന് ഇലക്ഷൻ ഒന്ന് പ്രൂവ് ചെയ്യട്ടെ, അവര് മത്സരിച്ച് ജയിക്കട്ടെ. ആരും പറയുന്നില്ല ശ്വേത ഇനി അവിടെ വരരുത്, പ്രാഥമിക അംഗത്വമൊന്നും രാജിവെക്കുന്ന ഞങ്ങൾ ആരും പറഞ്ഞില്ല. BJPയുടെ 2 കോടി രൂപ വഞ്ചുന്ന ഒരു ആരോപണമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ബാബുരാജ്. ഒറ്റ ഓട്ടം. അതെന്തിനാണ്? ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്തിനങ്ങനെ ഓടി? ഇതാരേത്? ഒന്നാമത് ഞങ്ങൾ കണ്ടുപോലില്ല. ഓടുന്ന കണ്ടിട്ടാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നത്. ഒരുപാട് ബഹളം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അടി 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 അടി. അപ്പൊ അതിനിടയ്ക്ക് ഇത് എന്തിനാ ഇവര് ഓടിയത് ചോദിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. ഉറക്കെ ചോദിക്കുകയാണ്, അല്ലാതെ അശ്ലീലമല്ല. നിങ്ങൾ കണക്ക് പറയൂ, നിങ്ങൾ കണക്ക് ചോദിക്കൂ. ആ പൈസ എവിടെ പോയി, ഈ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളിക്കാരത്തി ഇറങ്ങി ഒറ്റ ഓട്ട് അവിടെ വരെ പോയി. ആരോ പറഞ്ഞു തിരിച്ചു വിളിച്ചോണ്ട് വന്നു. അങ്ങനെ അവരെ ആക്ഷേപിക്കരുതായിരുന്നു. അതൊക്കെ വളരെ സങ്കടകരമായ കാഴ്ചയാണ്. അതൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബാബുരാജിനെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് ബാബുരാജിന്റെ കാലത്ത് കണക്കിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു. അത് ബാബുരാജ് കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ സമയത്ത് അവിടെ ഓഫീസ് സ്റ്റാഫായിരുന്ന അപ്പു എന്നൊരു സ്റ്റാഫ് ഉണ്ട്. അയാൾക്ക് ശമ്പളം കൊടുക്കാനുണ്ട്. അയാളെ കുറെ കണക്ക് കൊടുത്തിട്ടില്ല. അയാൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. ഈ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ കണക്ക് കൊണ്ട് ക്ലിയർ ചെയ്യും. അത് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ അവരത് കൊടുക്കാൻ തയ്യാറല്ല. ഇവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ബാബുരാജിനെ നോട്ടീസ് അയച്ചു പിടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ബാബുരാജിനോട് കണക്ക് വെക്കാൻ നോട്ടീസ് അയച്ചോ? ഇല്ല. നിങ്ങൾ പിന്നെ അപ്പുവിന് ശമ്പളം കൊടുത്തോ? ഇല്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ ഒരു റെട്ടേപ്പിസവും ഒന്നും നടന്നില്ല എന്നുള്ള ഉത്തരവാണ്. മനസ്സിലായില്ലേ? ഈ പിടിപ്പുകേട്, ജോയ് മാത്യുവിന്റെ തന്നെ വാക്കിൽ പറഞ്ഞാൽ പിടിപ്പുകേട്, കഴിവില്ലായ്മ, ഈഗോ, തമ്മിൽ കുത്ത്, ഇത് ചെളിവാരിയറിയൽ, ഇതിനൊന്നും അല്ലല്ലോ നമ്മൾ അവിടെ ഇരുത്തിയിരുന്നത്. വ്യക്തിപരമായി ഒരാളെ കാണുമ്പോൾ തന്നെ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവരിങ്ങനെയാണ്, നമ്മൾ കണക്ക് ചോദിക്കാൻ പറയും ഈ സ്ത്രീ വളരെ മോശമാണ്, അങ്ങനെ അതെന്താണത് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും അല്ല ഒരു പ്രസിഡന്റ് പെരുമാറേണ്ടത്. വളരെ അപക്വമായിട്ടാണ് ഇറങ്ങി ഓടിയതും രാജിവെക്കുന്നതെന്ന് പറഞ്ഞതും. പക്വതയുള്ള ഒരു പ്രസിഡന്റിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്വേതയിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് പ്രതീക്ഷിച്ചത്. അറിയില്ല, ഞങ്ങൾക്കറിയില്ല. അത് അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇന്ന് ഭാവി പരിപാടി, ഞങ്ങൾ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയില് ഇപ്പൊ വേണു മച്ചാണെന്ന് പറയുന്ന വ്യക്തി ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞു, ചേച്ചി ഇത് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ആശ്രയം, ഇത് നിൽക്കാതെ നോക്കണം. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രസിഡന്റായ ശ്വേതയോടും അവരുടെ ഗ്രൂപ്പിലുള്ളവരോടും ഉള്ള അപേക്ഷ, നിങ്ങളുടെ ഈഗോയ്ക്കും നിങ്ങളുടെ ജയത്തിനും വേണ്ടി നിങ്ങൾ നിൽക്കാതെ ഇത് അടുത്ത ഇലക്ഷനിലേക്ക് പോകട്ടെ.
എന്നിട്ട് നിങ്ങൾ തന്നെ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിച്ചു വരൂ എന്നാണ്. അപേക്ഷയാണ്. കൈനീട്ടം ഒരുപാട് സഞ്ജീവനി പദ്ധതി ഞങ്ങളുടെ വിഷയം അതാണ്. ഞങ്ങളുടെ വിഷയം അതാണ്. ഈ സംഘടന പ്രതിസന്ധിയിൽ കൊണ്ട് നിർത്തരുത്. ഞങ്ങളുടെ വിഷയം അതാണ്. ഞങ്ങളുടെ വിഷയം തൽക്കാലം ഈ തർക്കങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ദയവ് ചെയ്ത് ഇലക്ഷനിലേക്ക് പോകൂ. അവിടെ നിങ്ങളുടെ തന്നെ പാനൽ മത്സരിച്ച് ജയിച്ചു വരൂ. വീണ്ടും അമ്മയിൽ ജയിക്കാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാമല്ലോ. ഞങ്ങൾ ഭരണസമിതിയുടെ രാജിയാണ് ജനറൽ ബോഡി ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ഭരണസമിതിയുടെ രാജിയാണ് ആവശ്യപ്പെട്ടത്. അവരെ കുറിച്ചൊരു ആരോപണം പറഞ്ഞപ്പോൾ അത് ക്ലിയർ ചെയ്യാതെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ രാജിവെച്ചു പോവാണ്. ഒരു വാക്കുപോലും ജനറൽ ബോഡിയോട് വിശദീകരിക്കാൻ തയ്യാറാതെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അല്ല, അതൊക്കെ മറ്റുള്ള എല്ലാവരും എടുക്കുന്നത് ജനറൽ ബോഡി എടുക്കേണ്ട തീരുമാനമാണ്. ഞങ്ങൾ 4 പേരും ജനറൽ ബോഡിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ 4 പേരും കഴിഞ്ഞ ഭരണസമിതി ആക്രമിക്കപ്പെട്ട 4 സ്ത്രീകളാണ്. പലതരത്തിൽ ഞാനാണെങ്കിൽ CCTV വിഷ്വൽ മോട്ടിച്ചു കൊടുത്തെന്ന് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ പറയുക. ശ്വേത മേനോനും കുക്കു പരമേശ്വരനും കൂടെ ഒരു ഓഡിയോ സംഭാഷണം ഐ ഗേവ് ഇറ്റ് ടു മാല. ഐ ഗേവ് അവരുടെ സ്ഥിരം തമാശയാണെന്ന് പുല്ലിന് ഐ ഗേവ്. എനിക്ക് ഇത്രയും നിയമപരമായ പരിജ്ഞാനമൊന്നും ഇല്ല സഹിൻ. നോക്കൂ എന്താണ് പറയുന്നത്. CCTV വിഷ്വൽ ഞാൻ അമ്മ സെക്കൻഡിൽ നിന്ന് മോട്ടിച്ചു കൊടുക്കാൻ എനിക്ക് തലയ്ക്ക് സുഖമില്ലേ? എന്താ പറയുന്നത്? ഐ ഗേവ് ഇറ്റ് ടു മാല, ഷീ ആസ്ഡ് എന്ന്. എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു അത് പേഴ്സണൽ ഫോണിലെ ഒരു മെസ്സേജാണ്. നമ്മുടെയൊക്കെ ഫോണിലെ പേഴ്സണൽ ഫോണിൽ നിന്ന് മെസ്സേജ് ലീക്ക് ആകുക എന്നല്ല, ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുക എന്നാ പറയാ. ഭയങ്കര ആട്ടയും ചകരയാണ്. അവിടെ ജനറൽ ബോഡിക്ക് ഞങ്ങൾ കണ്ടത് ജനറൽ ബോഡിക്കാ. അന്ന് അവര് ഭയങ്കര സ്നേഹമായിരുന്നു അന്നത്തെ ദിവസം. തീർച്ചയായും കാരണം ഇവര് തമ്മിലുള്ള ഒരു അച്ചടക്കമില്ല, പിന്നെ പരസ്പര വിശ്വാസമില്ല, പരസ്പര സ്നേഹമില്ല. ഈ അൻസീഫ് ഒഴിച്ച് ബാക്കി 16 പേർക്കും പരസ്പര വിശ്വാസവും സ്നേഹവും ഒന്നുമില്ല. അച്ചടക്കം എന്ന് പറഞ്ഞാൽ 7 അയലത്തൂടെ പോയിട്ടില്ല. കാരണം ഞങ്ങൾ അശ്ലീലം പറഞ്ഞെന്നല്ലേ പറഞ്ഞ വുമൺ കാർഡ് കളിക്കല്ലേ എന്ന് പറഞ്ഞതിന് എങ്ങനെയാണ് ഞാനും മാലാപാർവതിയും അശ്ലീലം പറയുന്നത്? ഞങ്ങളത് പറഞ്ഞിരുന്നു. ഞങ്ങളത് പറഞ്ഞു വുമൺ കാർഡ് കളിക്കല്ലേ, കണക്ക് കാണിക്കേ. വുമൺ കാർഡ് ഇവിടെ ജയിക്കാനാണ് ഇതൊക്കെ. പിന്നെ അത് മാത്രമല്ല എന്റെ ആയുസ് കുറയുന്നു. ശ്വേതാ മേനൻ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, എന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ശ്വേത ചേച്ചിയെ പോലെ തന്നെ അത് മീഡിയയിൽ വേണമെങ്കിൽ കൊടുക്കാം. എന്റെ ആയുസ് കുറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞാനത് ആ സമയത്തും പറഞ്ഞു ഇത് പറഞ്ഞാണ് അശ്ലീലമാണോ? പിന്നെ ഇതേമാതിരി തന്നെ ഫെബ്രുവരി 13 അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പില് ടിനി ടോം ചേട്ടൻ നീന കുറുപ്പ് ചേച്ചിയെ അശ്ലീലമായ ചീത്ത, അറയ്ക്കുന്ന ചീത്ത, അതും കൈ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവരെ അടിക്കുന്ന ഞാനാണ് നീന ചേച്ചിയെ ബാക്കിൽ നിന്ന് പിടിച്ചു വലിച്ചത്. 2 നടന്മാര് ടിനി ചേട്ടനെയും പിടിച്ചു വലിക്കുകയായിരുന്നു. ഇത് നീന ചേച്ചി വളരെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്വേത ചേച്ചിയോട് പറഞ്ഞപ്പോൾ ശ്വേത ചേച്ചി എന്താ പറയുക, അശ്ലീലത്തിന് ഇതാണ് അശ്ലീലം, അതിന് വിമൺ കാർഡ് ഇറക്കുന്ന ശ്വേത ചേച്ചി എന്തുകൊണ്ട് നീന ചേച്ചിക്കും അൻസുബെ പോലെയുള്ള സ്ത്രീക്കും ഒരു സപ്പോർട്ട് കൊടുക്കാതെ ടിനി ടോമിന് എന്തിനാണ് സപ്പോർട്ട് കൊടുത്തത്? അത് പല പ്രാവശ്യം നീന ചേച്ചി ട്രോമയിൽ പോയിട്ടുണ്ട്. തീർച്ചയായും അല്ല, അത് അവർക്ക് കണക്കിൽ പ്രശ്നമുണ്ടെന്നേ. അവർക്ക് കണക്ക് എങ്ങനെയെങ്കിലും അത് റെഡിയാക്കിയിട്ടേ അവർക്ക് പോവാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് അവരുടെ ആവശ്യം അതാണ്. ഞാൻ പറയുന്ന കോടതി എന്ത് തീരുമാനം എടുക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും? അവർ കോടതിയിൽ എത്തിയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞത് അഡ്ഹോക് കമ്മിറ്റിക്ക് കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തെ, കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അവരോട് നോട്ടീസ് എടുത്ത് വായിക്കണമായിരുന്നു. അവരൊന്നും നോക്കേണ്ട കാര്യമില്ല. അതിന് മുൻപുള്ള ജനറൽ ബോഡിയിൽ പാസ്സായി പോയ കണക്കുകളാണ്. അതേക്കുറിച്ച് അവര് ബേജാറാവേണ്ട ആവശ്യമില്ല. അവരിരുന്ന കാലത്ത് കണക്ക് മാത്രം അവര് ക്ലിയർ ആക്കിയാൽ മതി. ഓക്കെ, ഞാനൊരു 2 മിനിറ്റ് നമ്മൾ ഇത് വൈൻഡ് ചെയ്യണം. ഒന്നാമത് ഞങ്ങൾ 1 മണിക്കൂർ ഇത് എടുത്തിട്ടുള്ളൂ. പിന്നെ അൻസിബയ്ക്ക് പോകണം 10 മണി. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവാണ് നമ്മുടെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും തമ്മിലുള്ള വിഷയം. തുടക്കം മുതൽ കുക്കു പരമേശ്വരനെ ശ്വേതാ മേനോൻ മെമ്മറി കാർഡിന്റെ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്.
അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പിന്നെ കുക്കു പരമേശ്വരൻ ആ മെമ്മറി കാർഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കള്ള റിപ്പോർട്ടാണ്, ഒരു കമ്മീഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെയൊക്കെ മൊഴി എടുത്തിട്ട് ഒരു കള്ള റിപ്പോർട്ട്, മരിച്ചുപോയ ലളിത ചേച്ചിയുടെ പേരിൽ കുക്കുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് അത് റിപ്പോർട്ടായതിനു ശേഷം പിന്നെ കുക്കു ഏകാധിപതിയായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയില്ല, നമുക്ക് BJP-യോട് ആരോപണമൊന്നുമില്ല. നമ്മൾക്ക് അവിടെ നടന്ന കാര്യങ്ങളെ അറിയുള്ളൂ. അവിടെ വർഗീയമായ പരാമർശം ഉണ്ടായെന്നുള്ള കാര്യം അറിയാം. അൻസിബയെ കുറിച്ച് വ്യക്തികളോട് പേഴ്സണലായിട്ട് പോക്കറ്റില് ഈ കുട്ടി മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് വിളിച്ച് പറഞ്ഞ കാര്യം അറിയാം. അവിടെ പിന്നെ ഒരു മതസംഘടനയിൽ അല്ല ഒരു അമ്പലത്തിൽ നിന്ന് വാങ്ങിക്കാൻ അവരെ വിളിച്ചിട്ട് മുസ്ലിം എതിർത്തു എന്ന് പറഞ്ഞ കാര്യം അറിയാം. ഇങ്ങനെയുള്ള പോക്കറ്റില് വ്യക്തിപരമായി ചെയ്ത കാര്യങ്ങളെ അറിയാവും. ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനകത്ത് മുൻകൈ എടുത്തു എന്ന് ആരോപണമേ ഇല്ല. പിന്നെ ഒരു വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും പണം കിട്ടുമായിരുന്നു 15 കോടി എന്ന് ഒരു BJP-യുടെ ഒരു സംസ്ഥാന അധ്യക്ഷ സംസ്ഥാന നേതാവ് സംസാരിക്കുന്നത് അത്ഭുതത്തോടെ ഞങ്ങൾ കേൾക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറയാത്ത കാര്യം. അത് 2020-യുടെ കാൻഡിഡേറ്റ് ആയിരുന്ന ലക്ഷ്മി പ്രിയ അവിടെ വിളിച്ച് പോക്കറ്റ്സിൽ വിളിച്ചിട്ട് ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് നമുക്ക് അദാനിയുടെ പൈസ വരുന്നുണ്ട് എന്ന് പറയുന്നതായും കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇല്ല, വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താ അങ്ങനെയല്ലേ? സിനിമയിൽ ഒഴിയാത്ത ആൾക്കാർ, നേരം സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് മുൻകാലത്ത് അമ്മയെ താരസംഘടനയെ നിലനിർത്തിയിരുന്നത്. മോഹൻലാൽ സാർ അടക്കം, മമ്മൂട്ടി സാർ അടക്കം എല്ലാവരും അവിടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെയാണ്. ഫ്രീ ആയിട്ടിരിക്കേണ്ടവരല്ല അമ്മയെ വരേണ്ടത്. അറിഞ്ഞൂടാ, അവരോട് തന്നെ ചെയ്യും. ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഘടന തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ ജനറൽ ബോഡിയുടെ ഒപ്പമാണെന്ന് പറഞ്ഞു. ജനറൽ ബോഡിയുടെ തീരുമാനത്തിനൊപ്പം എന്ത് തീരുമാനമാണെങ്കിലും ഞാൻ നിൽക്കുന്നു പറഞ്ഞു. നമുക്ക് അൻസിബയെ വിടും. കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് കൈനീട്ടം തരേണ്ട ആവശ്യമില്ല. ഈ ഇത്രയും കാലം അമ്മയുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിരിക്കും, പെൻഷൻ ആയാലും എല്ലാം നടന്നു പോയിരിക്കുന്ന അവരുണ്ടാക്കിയ പൈസയാണ്. താരങ്ങള് സ്റ്റേജ് ഷോ നടത്തി ഉണ്ടാക്കിയ പൈസ ഇനിയും 5000 കൂട്ടാൻ വരുന്നതാണ്. അതും ഫണ്ട് ഉണ്ടാക്കാൻ അവർ തയ്യാറാണ്. മമ്മൂക്കയും ലാലേട്ടനൊക്കെ തയ്യാറാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലേ അവർ നടത്തി ഞങ്ങളെ തായ്ലൻഡിൽ കൊണ്ടുപോകാനും 1500 രൂപ സ്പോൺസറെ കൊണ്ടുവന്ന് 15 കോടി ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഇവർ ഈ സംഘടന എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവരുടെ പിന്നിലെ ഉദ്ദേശം? ഞങ്ങളെ എല്ലാവരെയും കൂടെ തായ്ലൻഡിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കള്ളത്തിലുള്ളത് പിന്നെ തെളിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നാമത് ആദ്യത്തെ 4 ലെയറിലുള്ള 4 കസേര ഇരിക്കുന്ന ആർക്കും പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റാത്തവരാ. ഇവരെയും കൊണ്ട് തായ്ലൻഡിൽ എങ്ങനെ ഒരു പോകുന്നത്? ഇന്ന് വരെ പിടിയിട്ടിട്ടാണ്. ഞാൻ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്ട് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ഏട്ടാ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് രമേശ് ഏട്ടൻ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. അത് എവിടുത്തെ ന്യായമാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഏട്ടാ ഇനി ഇതിനെ പറ്റി സംസാരിക്കേണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണത്ര ഇനി പരാതി പറയൂല എന്ന്. ഇത് വെള്ളരിക്കാ പട്ടണോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഞാൻ ആ ഓഡിയോ കേട്ടപ്പോഴാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ലീക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ IT ആക്ട് പ്രകാരം അത് തെറ്റാണ്. മാത്രമല്ല പൊളിറ്റിക്കൽ അജണ്ടയാണ്. അത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. രമേശ് പിഷാരടിയെ പോലെ MLA ആയിട്ട് ഞങ്ങളുടെ സംഘടനയിൽ നിന്നും ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയെ എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വിജയിച്ചു വന്നത്.
അദ്ദേഹത്തിനെ തകർക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്തത്. അതിനകത്തെ മോശം പരാമർശങ്ങളെല്ലാം അവർ നടത്തിയത് മാറ്റിക്കൊണ്ട് അതിനകത്ത് ദുബായി കൊണ്ടുപോയ വ്യക്തിയുടെ പേര് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെ മാത്രം അപമാനിക്കാനായിട്ട് നടത്തിയതാണ്. അതിനെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങൾ എല്ലാവരും അത് തെറ്റാണ് എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇല്ല, മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അമ്മയെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ഇടപെടാമെന്ന്. മറ്റു കാര്യങ്ങൾ അറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്, അത് പറയല്ലേ ഞങ്ങള്. പക്ഷെ ഇത് അവരിങ്ങോട്ട് നടത്തിയാണോ ഇവരങ്ങോട്ട് പോയി ഡീല് വെക്കുന്നത് നമുക്കറിയാം, അന്വേഷിക്കണം, നമുക്കറിയില്ല. അതാ പറഞ്ഞ ഒരു തരത്തിലും അവരുടെ രാഷ്ട്രീയം അമ്മയിൽ നടത്തിയിട്ടില്ല. ഇവർ മാത്രമാണല്ലോ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. ആരും ഇപ്പൊ ലക്ഷ്മി പ്രിയ തന്നെ പറഞ്ഞു, സിദ്ദിഖിന്റെ രാഷ്ട്രീയം പറഞ്ഞു, ജഗദീഷിന്റെ രാഷ്ട്രീയം പറഞ്ഞു, പിഷാരടിയുടേത് പറഞ്ഞു, ഓരോരുത്തരുടെ മമ്മൂക്കയുടേത് പറഞ്ഞു. പക്ഷെ അവരാരും അമ്മയിൽ അങ്ങനെ രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, എല്ലാവരും ഒരുപോലെ. അങ്ങനെയാണ് അവിടെ. പിന്നെ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മത തീവ്രവാദിയാണെന്ന് മറ്റൊരു അംഗം വേറൊരാളെ കുറിച്ച് പറയുന്നത്? അത് കണക്ക് പ്രശ്നമാണ്, കണക്ക് രാജിവെച്ചത്. ഞങ്ങൾ കുറച്ചു പേര് 5 പേരുടെ വിഷയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഞങ്ങൾക്ക് അറിയില്ല. അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. ഇത്രയും രാവിലെ ഞങ്ങൾ വിളിച്ചപ്പോൾ വന്നതിന് 5:00 പോകണം എന്നുള്ളതുകൊണ്ടും ഞങ്ങൾക്ക് 1 മണിക്കൂറാണ് ഞങ്ങളുടെ സമയം എന്നുള്ളതുകൊണ്ടും ഞങ്ങളോട് ഇത്രയും സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.